ഭേദഗതി ചെയ്ത വഖഫ് നിയമം നിലവിൽ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഖഫ് നിയമം ഭേദഗതി ചെയ്ത വഖഫ് നിയമം നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ പ്രതികരണം നരേന്ദ്രമോദി ഹരിയാനയിലെ അംബേദ്കർ ജയന്തി ആഘോഷത്തിനിടെ നടത്തുകയുണ്ടായി. അംബേദ്കർ സ്വപ്നം കണ്ട സാമൂഹ്യ നീതി നടപ്പാക്കാനാണ് വഖഫ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങളിലെ പിന്നോക്ക വിഭാഗക്കാർക്ക്, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക്, പസ്മന്ത മുസ്ലിമീങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് വഖഫ് നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത്. വഖഫ് നിയമം ഇവിടുത്തെ ഇതുവരെ പഴയ വഖഫ് നിയമം ഇവിടുത്തെ ഭൂമാഫിയ ഒക്കെ കൊള്ളയടിക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു. വഖഫ് നിയമം കൃത്യമായി വിനിയോഗിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം യുവാക്കൾക്ക് സൈക്കിളിൻ്റെ പഞ്ചറൊട്ടിച്ച് നടക്കേണ്ടി വരില്ലായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നരേന്ദ്രമോദി പറഞ്ഞത്. നമുക്ക് മോദിയുടെ പ്രതികരണത്തെക്കുറിച്ചാണ് ഇന്ന് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യാനുള്ളത്. സ്വാഗതം. വഖഫ് നിയമത്തെക്കുറിച്ച് മോദി പറയുന്നത് സാമൂഹ്യ നീതി നടപ്പിലാക്കാനാണ്, മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വഖഫ് നിയമം ഭേദഗതി എന്നുള്ളതാണ്. നമ്മൾ കണ്ട ഭേദഗതിയിൽ എവിടെയാണ് ഈ സാമൂഹ്യ നീതിയെക്കുറിച്ച് പറയുന്നത്? അല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ് ഈ വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത്. വഖഫ് റിപ്പീൽ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥ പ്രോജക്റ്റ്. അതിപ്പോൾ തൽക്കാലം നടക്കാത്തതുകൊണ്ട് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നു, അത് നടപ്പാക്കുന്നു എന്നുള്ളത്. നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവരുടെ ഭാഷ, വേഷം, മതം, ജാതി, ഇതൊന്നുമില്ലാതെ, അല്ലെങ്കിൽ ഈ പരിഗണനകളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശവും അവസരവും കിട്ടുന്നതിനാണല്ലോ നമ്മൾ സാമൂഹ്യനീതി എന്ന് പറയാം. അതാണല്ലോ സാമൂഹ്യനീതിയുടെ ലക്ഷ്യം. അങ്ങനൊരു അവസരം കിട്ടിയിട്ടില്ല എന്നുകൊണ്ടാണല്ലോ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയിൽ പട്ടിക വിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണം വേണം എന്ന് ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചത്. അത് കഴിഞ്ഞിട്ട് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തണം എന്നുള്ള ആശയം ഉണ്ടായതും അത് പരിഗണിച്ചതും ആ സംവരണം ഇപ്പോഴും തുടർന്നു പോകുന്നതും ഈ സാമൂഹ്യ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ തൊഴിലവസരം കിട്ടിയോ തൊഴിലവസരം കിട്ടിയില്ലേ എന്നുള്ളതല്ല. നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് മുസ്ലിം ചെറുപ്പക്കാർ എന്താ പറയുക സൈക്കിളിൻ്റെ പഞ്ചറൊട്ടിക്കാൻ നടക്കുന്നവരായി ഇരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ടല്ലോ. ഗുജറാത്തിൽ 10-12 കൊല്ലം അദ്ദേഹം ഭരിച്ചു. ഇപ്പോൾ രാജ്യം 10-12 കൊല്ലമായിട്ട് ഭരിക്കുന്നു. ഈ കാലയളവിൽ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൻ്റെ സാമൂഹ്യമായ എന്താ പറയുക അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്താ ചെയ്തത് എന്നൂടെ പറഞ്ഞിട്ട് വേണമല്ലോ ഇത് പറയാൻ. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യവും അദ്ദേഹം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ നിയമഭേദഗതിയും സാമൂഹ്യമായ നീതി നടപ്പാക്കാനല്ല, സാമൂഹ്യമായ ഒരു അനീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആ നിയമം വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത് എന്നും മനസ്സിലാവും. രാജ്യത്തെ ഏറ്റവും പ്രബലമായൊരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ കൈവശമുള്ള, അല്ലെങ്കിൽ അവരുടെ വിശ്വാസമനുസരിച്ച് വഖഫ് ചെയ്തിരിക്കുന്ന സ്വത്തിൽ വലിയൊരു ഭാഗം സർക്കാരിലേക്ക് കണ്ടുകെട്ടാനോ അതോ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെയോ ഈ പൊളിറ്റിക്കൽ ഫോർമേഷൻ്റെയോ അടുത്ത ആളുകളായി നിൽക്കുന്നവരുടെ കൈകളിലേക്ക് കൊടുക്കാനോ വേണ്ടിയിട്ടാണ് ഈ നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നതെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്നിട്ടാണ് അദ്ദേഹം സാമൂഹ്യനീതിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിപ്പോൾ കുറേ കാലമായിട്ട് ഈ തികഞ്ഞ വർഗീയത പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ ഇടയ്ക്കിടയ്ക്ക് സാമൂഹ്യനീതിയെക്കുറിച്ച് പറയും. അതൊരു ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. അതിനപ്പുറം യാതൊരു ആത്മാർത്ഥതയും അതിലുണ്ടെന്ന് കരുതേണ്ട കാര്യമില്ല. മോദി പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം, ഈ വഖഫ് നിയമം വന്നതിന് ശേഷം രാജ്യത്തുടനീളം ശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗാളിൽ മുർഷിദാബാദിൽ അത് കലാപസമാനമായ അന്തരീക്ഷത്തിലേക്ക് വരെ പോവുകയുണ്ടായി. ആളുകൾ മരണപ്പെടുന്ന അവസ്ഥയ്ക്ക് നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് മുനമ്പത്ത് നന്ദി മോഡി എന്ന പേരിൽ പരിപാടി നടത്തുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു വരെ പങ്കെടുക്കുന്ന പരിപാടി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മോഡി ഇങ്ങനെ സാമൂഹ്യ നീതിക്ക് വേണ്ടിയാണ് വഖഫ് നിയമം എന്ന് പറയുന്നത്. മോഡി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. എല്ലാ മതവിഭാഗങ്ങളെയും അവരുടെ മതം നോക്കാതെ, ജാതി നോക്കാതെ അവർക്ക് നീതി ഉറപ്പാക്കേണ്ട ആളാണ്. അപ്പോൾ വഖഫ് എന്ന് പറയുന്ന പ്രത്യേക പ്രൊവിഷൻ ഉപയോഗിച്ച് മുസ്ലിങ്ങൾക്ക് നീതി വേണം എന്നൊരു പ്രധാനമന്ത്രി പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? അതെനിക്ക് മനസ്സിലായില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഈ വഖഫ് എന്ന് പറയുന്നത് ഇത്രയും കാലമായിട്ട് ലാൻഡ് മാഫിയയുടെ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ വഖഫിൻ്റെ കീഴിലുള്ള പ്രോപ്പർട്ടി മുഴുവൻ ഒരു ലാൻഡ് മാഫിയയുടെ കയ്യിലായിരുന്നു. ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, അത് മുഴുവൻ ഒരു ലാൻഡ് മാഫിയ, അത് മുഴുവൻ പല ലാൻഡ് മാഫിയകളുടെ കയ്യിലായിരുന്നു. ഈ നിയമ ഭേദഗതിയോടുകൂടെ ഇത് മുഴുവൻ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് എത്തുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്.
എന്തടിസ്ഥാനത്തിലാണ് അത് പറയുന്നതെന്ന് മനസ്സിലായില്ല. അത് മാത്രമല്ല, വഖഫ് ചെയ്ത സ്വത്തുക്കൾ ലാൻഡ് മാഫിയയുടെ കയ്യിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അതില്ലാതാക്കാനാണല്ലോ ഭരണകൂടത്തിലിരിക്കുന്ന ആളുകൾ ഉള്ളത്. അല്ലെങ്കിൽ ഭരണവും സംവിധാനവും ഒന്നും വേണ്ടല്ലോ. അതിനാണല്ലോ വഖഫ് കൗൺസിലും വഖഫ് ബോർഡുകളും ഒക്കെ ഉള്ളത്. അതിൻ്റെ മുകളിലാണല്ലോ സർക്കാരുള്ളത്. ഇത് അങ്ങനെ ലാൻഡ് മാഫിയ കൈയടക്കുന്നുണ്ടെങ്കിൽ ആ ലാൻഡ് മാഫിയയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്ത് ഇത് ഏത് കാര്യത്തിനാണോ വഖഫ് ചെയ്തത് അതിനുവേണ്ടി ഉപയോഗിക്കാനായിട്ട് കൈമാറുക എന്നുള്ളതാണല്ലോ സർക്കാരിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ പിന്നെ സർക്കാരിൻ്റെ ആവശ്യമില്ലല്ലോ. അത് ഇതേവരെ ചെയ്യാതിരുന്ന ആളുകൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ നിയമം കൊണ്ടുവന്നിരിക്കുന്നു, അതോടുകൂടി ഇത് മുഴുവൻ മാറും എന്ന് പറയുന്നതിൽ ഒരു യുക്തിയില്ല. സംഗതി ശരിയായിരിക്കും ചിലപ്പോൾ. അതായത് വഖഫ് ചെയ്ത പ്രോപ്പർട്ടി പല ഭാഗങ്ങളിലും ഏത് ലക്ഷ്യം ഉദ്ദേശിച്ചിട്ടാണോ വഖഫ് ചെയ്തത് അതിനുവേണ്ടി ഉപയോഗിക്കാത്ത സാഹചര്യം ഉണ്ടാകും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് കണ്ടെത്തുകയും അത് എന്തിനാണോ വഖഫ് ചെയ്തത് അതിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ പണി. ഈ നമ്മൾ ബാക്കിയൊക്കെ വിടുക. കഴിഞ്ഞ 10-12 കൊല്ലമായല്ലോ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. ഏതെങ്കിലും ഒരു കേസ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കണമായിരുന്നല്ലോ, ഇതുപോലൊരു പരാതി സർക്കാരിൻ്റെ മുമ്പിൽ വന്നു, ഇത് ഇന്ന ലക്ഷ്യം മുൻനിർത്തി വഖഫ് ചെയ്തതാണ്, അതിപ്പോൾ ലാൻഡ് മാഫിയയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു, അത് ഉപയോഗിക്കുന്നില്ല, ഞങ്ങളിത് അത് തിരിച്ചു കൊടുക്കുകയാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുമോ? ഈ 12 കൊല്ലത്തിനിടെ ഒരു കേസ് പോലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ പ്രസംഗിക്കുന്ന പറഞ്ഞാൽ 100 കണക്കിന് പരാതികളാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സർക്കാരിന് മുമ്പാകെ എത്തിയതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. നമ്മളുടെ മുൻപാകെ സർക്കാർ ഏതെങ്കിലും ഒരു പരാതി പുറത്തുവിട്ടതായിട്ട് ഈ ദിവസം വരെയില്ല, എക്സെപ്റ്റ് മുനമ്പം ഒരു സെപ്പറേറ്റ് കേസാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നൊരു പണിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതോടൊപ്പം മുസ്ലിങ്ങളിലെ വേറൊരു വിഭാഗത്തെ കൂടെ തെറ്റിദ്ധരിപ്പിക്കണം. കാരണം ഈ വഖഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിലെ സമ്പന്നർ അവരുടെ സ്വാർത്ഥ ലക്ഷ്യം മുൻനിർത്തി കൈയടക്കി വെക്കുകയും ഉപയോഗിക്കുകയുമാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തെറ്റായ നോഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് നരേന്ദ്രമോദി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവഴി ഈ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മുസ്ലിങ്ങൾക്കിടയിൽ ഈ സമ്പത്ത് മുഴുവൻ അവർ ഇത്രയും കാലം കൈവശം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ലൊരു വിഹിതം പോലും ഞങ്ങൾക്ക് ഇതേവരെ തന്നിട്ടില്ല എന്നൊക്കെയുള്ള തോന്നലുണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അത്ര എളുപ്പമല്ല ഈ കാര്യത്തിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ വഖഫ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നും എന്താണെന്നും വിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് മുഴുവൻ അറിയാം. അല്ലാതെ വഖഫ് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ഭാഗിച്ച് സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് കൊടുക്കുക എന്നുള്ളതല്ല വഖഫ് എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അറിയാം. അപ്പം അതുകൊണ്ട് ഇത് മുസ്ലിം വിഭാഗത്തിനുള്ളിൽ ഈ തെറ്റിദ്ധാരണ ജനിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ മറ്റ് വിഭാഗങ്ങൾക്കിടയിൽ ഇതൊരു പക്ഷേ നടന്നേക്കുക. കാരണം വെച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അവർ വിചാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളിലെ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നാക്ക വിഭാഗത്തിലും ദളിതുകളിലും ഒക്കെ മുസ്ലിങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർക്കൊന്നും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇത് മുഴുവൻ സമ്പന്നരായ മുസ്ലിങ്ങളുടെ മുഴുവൻ കൈവശം ഇരുന്ന എന്തോ ഒരു വലിയ പ്രോപ്പർട്ടിയാണ്, അത് മോദി എന്താ പറയുക ആ അനീതി മുഴുവൻ അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള തോന്നൽ ഈ മറ്റു വിഭാഗങ്ങൾ ജനിപ്പിക്കാനൊരു സാധിക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളൊരു പണിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസംഗത്തിലെ പരാമർശത്തിൽ പസ്വന്ത മുസ്ലിമീങ്ങളെ പരാമർശിക്കുന്നു. അതുപോലെ ഈ സൈക്കിൾ പഞ്ചർ ഒട്ടിക്കുന്ന കാര്യം പറയുന്നു. അതിനുശേഷം ഈ നിയമം വന്നതോടുകൂടി ഇനി ആദിവാസികളുടെ ഭൂമി അടക്കമുള്ളവ പിടിച്ചെടുക്കാൻ വഖഫ് ബോർഡിന് കഴിയില്ല എന്നുള്ള രൂപത്തിൽ പരാമർശം നടത്തുന്നു. ഒരു ഭാഗത്ത് സാമൂഹ്യനീതിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ തന്നെ ഒരു വിഭജന അല്ലെങ്കിൽ ഒരു വർഗീയമായ പരാമർശം ഉൾക്കൊള്ളുന്നില്ലേ? വർഗീയ പരാമർശം അതിലൊരു കൗതുകം എനിക്ക് തോന്നിയത് ഈ പസ്പന്ത മുസ്ലിങ്ങളുടെ അതവിടെ നിൽക്കട്ടെ, ഈ ആദിവാസികളുടെ കാര്യം പർട്ടിക്കുലറായിട്ട് നമ്മൾ എടുക്കണം. നമ്മളത് അദ്ദേഹം പറയുമ്പോൾ ഇനി മേലാൽ എന്താ പറയുക ആദിവാസി ഭൂമി ഈ വഖഫാക്കി മാറ്റാൻ പറ്റില്ല ഈ നിയമം വരുന്നതോടുകൂടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയണ്ടേ, എവിടെയാണ് ട്രൈബൽ ലാൻഡ് ഇതിനു മുമ്പ് വഖഫാക്കി മാറ്റിയിട്ടുള്ളത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വലിയ കേസ് രാജ്യത്ത് നടക്കുന്നുണ്ടോ ഇല്ലയോ? വിശ്വേന്ദ്രപരിഷത്തിൻ്റെ പ്രസ്താവന ഒഴിച്ച്, അതായത് 2014 മുതൽ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു VHP ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നത്. VHP ഉണ്ട്, ഈ RSSൻ്റെ ഫ്രഞ്ച് എലിമെൻറ്റ് ഗ്രൂപ്പുകളും ഇത്തരം പ്രസ്താവന നടത്തുന്നത്. ആദിവാസി ഭൂമികൾ വലിയ തോതിൽ വഖഫ് ബോർഡുകൾ ഏറ്റെടുക്കുന്നു, വഖഫാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളുണ്ട്. പക്ഷേ എവിടെയെങ്കിലും വളരെ ഗൗരവമുള്ളൊരു കേസ് ഇതുമായി റിലേറ്റ് ചെയ്ത് കോടതികളിലുണ്ടോ അല്ലെങ്കിൽ പരാതി ഉണ്ടോ? ഏതെങ്കിലും ഒരു കേസ് സൈറ്റ് ചെയ്യാമല്ലോ. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണല്ലോ, അദ്ദേഹത്തിന് ഈ ഡാറ്റ ഒന്നും കിട്ടാൻ ഒരു പാടുമില്ലല്ലോ. എവിടെയെങ്കിലും എനിവർ ഇൻ ഇന്ത്യ ഇതുപോലെ ഒരു ഇത്ര ഏക്കർ ഭൂമി ആദിവാസി ലാൻഡ് വഖഫ് ചെയ്തതായിട്ട് പരാതിയുണ്ട്, അതിൽ ഇന്ന കേസ് നടക്കുകയാണെന്ന് പ്രധാനമന്ത്രിക്ക് പറയാമല്ലോ. അങ്ങനത്തെ ഒരു പരാതി അദ്ദേഹം പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഒരു പരാമർശം പോലും അദ്ദേഹത്തിനില്ല. പിന്നെ ഈ ആദിവാസി ഭൂമിയെക്കുറിച്ച് അദ്ദേഹം ഇത്രത്തോളം കൺസേൺഡ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും വിദേശയാത്രകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയുമായിരിക്കുന്ന അദാനിയുടെ പേരിൽ അല്ലെങ്കിൽ ഗൗതം അദാനിയുടെ കീഴിലെ 2-3 കമ്പനികളുടെ പേരിൽ ആദിവാസി ഭൂമി കയ്യേറുകയോ ഫോർജ്ഡ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ആദിവാസി ഭൂമി കൈയടക്കുകയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട്, അത് മൈനിങ്ങിന് വേണ്ടി ഖനനത്തിന് വേണ്ടിയിട്ട് കൈയടക്കുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ 2 പരാതികളെങ്കിലും മിനിമം ഉണ്ട് രാജ്യത്ത്. വളരെ സീരിയസ് ആയിട്ടുള്ള 2 കംപ്ലൈൻറ്റുകൾ. ആദ്യം അതല്ലേ തീർക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളാണല്ലോ, പെട്ടെന്ന് തീർക്കാമല്ലോ.
ഇനി ഇത്രയും സ്നേഹം ആദിവാസികളോട് പറയുന്ന ഇതേ നരേന്ദ്രമോദിയുടെ കാലത്താണ് ഏതാണ്ട് മർക്കടമുഷ്ടിയോടുകൂടെ സർദാർ സരോവർ പ്രൊജക്റ്റ് ഗുജറാത്തിൽ നടപ്പാക്കുന്നത്. ഗുജറാത്തിലെ മാത്രമല്ല, ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും ഏതാണ്ട് 35,000 കുടുംബങ്ങളെ ബാധിച്ച ഡിസ്പ്ലേസ് ചെയ്ത സ്കീമാണിത്. അതിൽ ഭൂരിഭാഗവും ആദിവാസികളായിരുന്നു. അവരുടെ ഭൂമി പോയി, അവരുടെ ഉപജീവന മാർഗം പോയി, അവരവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വന്നു. അവരവിടെ പോയി എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ഇതൊക്കെ നടന്ന അദ്ദേഹം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, പ്രധാനമന്ത്രി ആകുമ്പോഴാണ് അതിൻ്റെ കംപ്ലീഷൻ നടക്കുന്നത്. അദ്ദേഹത്തിന് ആദിവാസികളോട് അത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ സർദാർ സരോവർ പ്രോജക്റ്റ് അങ്ങ് നിർത്തലാക്കിയിട്ട് ആദിവാസികൾ അവരുടെ ഭൂമിയിൽ ജീവിച്ചോട്ടെ എന്ന് വയ്ക്കാമായിരുന്നല്ലോ. അത് വഖഫ് ബോർഡ് എടുത്തുകൊണ്ട് പോയതല്ലോ. മൈനിങ്ങിന് വേണ്ടിയിട്ട് അദാനിയുടെ കമ്പനി ഏറ്റെടുത്ത ഭൂമി വഖഫ് ബോർഡ് എടുത്തതല്ലോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് പറയാവുന്ന നുണകളുടെ ഒരു പരമാവധിയാണ് അദ്ദേഹം പറയുന്നത്. പറയാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇത്തരം മണ്ടത്തരമോ നുണയോ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് പറയാൻ പാടില്ല എന്നൊരു 11 വർഷമായിട്ടും അദ്ദേഹം പഠിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നമുക്ക് സഹതപിക്കേ പറ്റുള്ളൂ. നമ്മുടെ രാജ്യത്തിന് ഇങ്ങനെയുള്ള ആളാണ് പ്രധാനമന്ത്രി എന്ന് ആശ്വസിക്കുകയും മാത്രമേ പറ്റുള്ളൂ. അതാണ് അതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഈ പശ്മന്ത മുസ്ലിങ്ങളെക്കുറിച്ച് പറയുന്ന ഈ ഓപ്പറേഷൻ കുറേ ആയി തുടങ്ങിയിട്ട്, ഇപ്പം തുടങ്ങിയതല്ല. ഒരു 2014-19 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ടെന്നൂറിൻ്റെ ഏതാണ്ട് അവസാന ഭാഗം മുതൽ ഉത്തർപ്രദേശിലൊക്കെയുള്ള ഈ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഈ ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. നിങ്ങളുടെ സമ്പന്ന വിഭാഗമാണ് നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ജനപ്രതിനിധി സഭയിൽ കിട്ടുന്ന മിനിമം റെപ്രസെൻറ്റേഷൻ ഭൂരിഭാഗവും, അതായത് മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന ജനപ്രതിനിധികളിൽ കൂടുതൽ ആളുകളും സാമ്പത്തികമായോ അല്ലെങ്കിൽ സാമൂഹ്യമായോ മുൻനിരയിൽ നിൽക്കുന്നവർ മാത്രമാണ്, നിങ്ങളിൽ നിന്ന് ആരും അങ്ങോട്ട് വരുന്നില്ല എന്നുള്ളൊരു നറേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ കുറേ ഡാറ്റയൊക്കെ കൊണ്ട്, അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട്. അതിപ്പോൾ ഏത് വിഭാഗത്തിലാണെങ്കിലും അതുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഹൈന്ദവ വിഭാഗം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിൽ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ എന്താ പറയുക SNDP ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം യോഗം എന്താ പറയുക ഏറ്റവും ഗംഭീരമായിട്ട് പറഞ്ഞൊരു കാര്യം, എവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഈഴവരുടെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എന്നുള്ള ചോദ്യമാണ് അവർ ചോദിച്ചത്. അതുപോലെ അവിടെ ഉണ്ടാവും. പക്ഷേ അത് വെച്ചുകൊണ്ട് ഇവരെ ഭിന്നിപ്പിക്കുക എന്നുള്ളൊരു പണിയാണ് BJP എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനം കിട്ടുമെന്നാണ് പറഞ്ഞത്. എവിടെ? പാർലമെൻറ്റിൽ ഒരാളെ പോലും മത്സരിപ്പിക്കാത്ത, ഒരു നിയമസഭാ സീറ്റിൽ പോലും ഒരു മുസ്ലിമിനെ മത്സരിപ്പിക്കാത്ത, മന്ത്രിസഭയിൽ ഒരംഗത്തെ പോലും മുസ്ലിം നാമധാരിയെ പോലും ഉൾപ്പെടുത്താത്ത, നേരത്തെ ഉണ്ടായിരുന്ന നേതൃനിരയിൽ ഉണ്ടായിരുന്ന മുസ്ലിം നാമധാരികളെ മുഴുവൻ പുറത്താക്കിയ അവരാണ് പറയുന്നത് ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാതിനിധ്യം തരും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫേക്ക് നറേഷനാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു എന്താ പറയുക, എങ്ങനെയാണ് ഒരു ഫോൾസ് നറേഷനെ, ഒരു മിസ്ഇൻഫർമേഷനെ സ്പ്രെഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് എടുത്ത ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളിതിനെ കണ്ടാൽ മതി. ഈ പശ്മന്ത മുസ്ലിങ്ങളുടെ കാര്യം പറയുന്ന സമയത്ത് രാജുവേട്ടൻ സൂചിപ്പിച്ച അതിനോട് ബന്ധപ്പെടുത്തി ഇന്നലെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് കോൺഗ്രസിനോട് ചോദിക്കുന്നുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ചീഫായിട്ട് ഒരു മുസ്ലിമിനെ വെക്കാമോ. അപ്പോഴും ഞാനിതാണ് ആലോചിച്ചത്, ഈ നഖ്വി അടക്കമുള്ള മന്ത്രിമാരെ ഇത്തവണ ഒഴിവാക്കിയ ഈ ഒരു സാഹചര്യം, എന്നിട്ടാണല്ലോ BJP ഇങ്ങനെ കോൺഗ്രസിനോട് പറയുന്നത് എന്നുള്ളത്. ആ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വായിക്കാനുള്ളത്, ഇന്ന് മുനമ്പത്ത് വഖഫ് നിയമം പാസ്സാക്കിയതിൻ്റെ ആഘോഷം നടക്കുകയാണ്. താങ്ക് യു മോഡി എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത്. അതിൽ കേന്ദ്രമന്ത്രി ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു പങ്കെടുക്കുകയാണ്. ഇതിനു മുമ്പുള്ള ഒരു പ്രസ് കോൺഫറൻസ് ഇപ്പം നടക്കുന്നുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാധ്യമപ്രവർത്തകർ ചോദിച്ചു, മുനമ്പത്തെ വിഷയം പരിഹരിക്കാനുള്ള എന്ത് പ്രൊവിഷനാണ് പുതിയ വഖഫ് നിയമത്തിലുള്ളത്. അതിന് അദ്ദേഹത്തിന് കൃത്യമായി മറുപടി പറയാനാകുന്നില്ല. പകരം അതൊരു ലോങ് പ്രൊസീജിയറാണ്, കോടതിയിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള രൂപത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. മുനമ്പം നമ്മൾ ഒരു മറയാക്കി വെച്ചതാണെന്ന് പറയാതെ പറയാണോ കിരൺ റിജിജു ചെയ്യുന്നത്? മുനമ്പം മറയാക്കി വെച്ചതാണോ അതോ മുൻപത്തേരെ വെറുതെ പറ്റിച്ചാണോ എന്നുള്ളത് വേറെ. മുനമ്പ് ഒരു മറയാക്കി വെച്ചതാണ്. അതായത് ഇങ്ങനെ ഒരു മറയാക്കല്ല, RSSൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് വഖഫ് എന്ന് പറയുന്നൊരു സംഗതി ഇല്ലാതാക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സ്റ്റെപ്പായിട്ട് ഇതിനെ കണ്ടാൽ മതി. അതായത് 2 സ്റ്റെപ്പെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, ഒന്ന്, ഇപ്പോൾ വഖഫായിരിക്കുന്ന ഭൂരിഭാഗത്തിൽ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന സംഗതികളിൽ പലതും നാളെ മുതൽ ഈ നിയമം പ്രാബല്യത്തിലായി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുന്നതോടെ വഖഫ് പ്രോപ്പർട്ടി അല്ലാതായി മാറും. അതായത് ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു
രാജ്യത്താകെ ഉള്ളതിൻ്റെ ഒരു 40% വഖഫ് പ്രോപ്പർട്ടി എങ്കിലും, ഞാനൊരു ആവറേജ് കണക്കാണ് ഞാൻ പറയുന്നത്, എക്സാക്ട് കണക്കല്ല, ഒരു ഊഹം മാത്രമാണ് ഞാൻ പറയുന്നത്, ഒരു 40% വഖഫ് പ്രോപ്പർട്ടി എങ്കിലും വഖഫ് അല്ലാതായിട്ട് മാറും. അത് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം ഇനി അങ്ങോട്ട് വഖഫ് ചെയ്യുക എന്നുള്ളത് നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി നമ്മളൊരു ഉദാഹരണം പറയാം. ഇനിയിപ്പോൾ നമ്മൾ വഖഫ് രജിസ്റ്റർ ചെയ്യണം. വഖഫ് രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോൾ രജിസ്റ്റർ ഓഫീസ്, കേരളത്തിലെ രജിസ്റ്റർ ഓഫീസ് വിടുക, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു സിനാരിയോ ആണ്. അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ രജിസ്റ്റർ ഓഫീസ് വിടുക, അത് വേറൊരു സിനാരിയോ ആണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഞാൻ വഖഫ് ചെയ്യാൻ തീരുമാനിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസിങ് മുസ്ലിം ആണെന്നുള്ള തെളിവ് കാണിക്കാൻ പറയും രജിസ്ട്രാർ. നിങ്ങൾ പ്രാക്ടീസിങ് മുസ്ലിം ആണെന്ന് തെളിവ് കാണിക്കാതെ ഈ വഖഫ് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ദാറ്റ് മീൻസ് ഇനി അങ്ങോട്ട് വഖഫായിട്ട് സ്വത്ത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിളായിട്ട് മാറും. അപ്പോൾ അതാണ് അടുത്ത ലക്ഷ്യവും. സാധാരണ ഇനി അങ്ങോട്ട് ഇപ്പോൾ ഉള്ളതേ ഉള്ളൂ, ഇപ്പോൾ ലീഗലി വഖഫായതേ ഉള്ളൂ, അതിൽ തന്നെ പകുതിയോളം നമ്മൾ ഒഴിവാക്കി കളഞ്ഞു. ഇനി അങ്ങോട്ട് വഖഫായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് പരമാവധി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ലക്ഷ്യം അത് ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിനൊരു മറയായിട്ട് അതിൻ്റെ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ട് മുൻപ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്, വേറൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് ഈ മുനമ്പം എന്ന് പറയുന്ന എന്താ പറയുക കയ്യേറിയതല്ല, ഇത് വഖഫ് ബോർഡ് എന്താ പറയുക അനധികൃതമായിട്ട് ക്ലെയിം ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് സമരരംഗത്തുണ്ടാവുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്ത് വേറൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടെ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ പണി തീരില്ല എന്നുള്ളത്, മുനമ്പംകാർക്കുള്ള പ്രശ്നം ഈ നിയമഭേദഗതി കൊണ്ട് തീരില്ല എന്നുള്ളത് ആ നിയമഭേദഗതി ഡ്രാഫ്റ്റ് വന്നപ്പോൾ തന്നെ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക്, നിയമവിദഗ്ധരോ അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിൽ പരിജ്ഞാനമുള്ള ആളുകളോ ഒന്നും ആവണ്ട, ആ നിയമം ഡ്രാഫ്റ്റിലെ വ്യവസ്ഥകൾ വായിച്ചാൽ തന്നെ മനസ്സിലാവുമായിരുന്നു ഇത് ആ നിയമഭേദഗതി കൊണ്ട് പരിഹരിക്കാൻ പോകുന്നില്ല മുൻപത്തെ പ്രശ്നം എന്നുള്ളത്. അതിനിയും കോടതി തന്നെ കിടക്കും. അവിടെ മോദിക്ക് ജയ് വിളിക്കലും അതൊക്കെ നടക്കും. അതുകൊണ്ടുണ്ടാകുന്ന പൊളിറ്റിക്കൽ ബെനിഫിറ്റ് BJPക്ക് ഉണ്ടാവുകയും ചെയ്യും, സംശയമൊന്നുമില്ല. കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും, സംശയമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മുനമ്പത്തുകാർ മനസ്സിലാക്കാൻ പോകുന്നു ഒരു പക്ഷേ ഇതിന് ശേഷമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ മോഡിയുടെ പ്രസംഗത്തിൽ ഈ ആദിവാസി ഭൂമിയുടെ ഇനി ആദിവാസി ഭൂമി പിടിച്ചെടുക്കില്ല എന്ന പരാമർശം നടത്തിയല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ ഈ വഖഫ് നിയമം പ്രാബല്യത്തിന് വന്ന ശേഷം ഓർഗനൈസർ ലേഖനം വരികയുണ്ടായിരുന്നു, ഈ വഖഫ് ബോർഡിനേക്കാൾ സമ്പത്ത് ഇവിടുത്തെ സഭക്കുണ്ട് എന്ന രൂപത്തിൽ. അതിനുശേഷം പല ക്രിസ്ത്യൻ സഭകളുടെയും നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുന്നത്, അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുകയുണ്ടായിരുന്നു. ഈ ആദിവാസി ഭൂമി കൈയടക്കുന്നതും അതുപോലെ ഇന്ത്യയിലെ മറ്റു ന്യൂനപക്ഷങ്ങളുടെ ഭൂമിയിലേക്ക് സംഘപരിവാർ കണ്ണുവെക്കുന്നതും തമ്മിൽ നമുക്ക് എങ്ങനെ ബന്ധപ്പെടുത്താൻ സാധിക്കും? അതിൽ ഈ ആദിവാസി ഭൂമി ഡെലിബറേറ്റായിട്ട് പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വഖഫിനെ ഉദ്ദേശിച്ചല്ല സത്യത്തിൽ മോദി അവിടെ പ്രസംഗിക്കുന്നത്. അതായത് ഇനി അങ്ങോട്ട് ആദിവാസി ഭൂമി വഖഫാക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ മുൻകാലത്ത് വ്യാപകമായിട്ട് ആദിവാസി ഭൂമികളൊക്കെ വഖഫാക്കി എന്നുള്ള ഉദ്ദേശത്തിലല്ല അത് പറയുന്നത്. ആരാണ് ട്രൈബൽ ലാൻഡ് കയ്യേറിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സൂചനയാണ് അദ്ദേഹം കൊടുക്കുന്നത്. നമ്മൾ ഈ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏതൊക്കെ ക്രിസ്തീയ സഭകൾക്കെതിരെ ഒരുപാട് കേസ് നിലവിലുണ്ട്. ആദിവാസി ഭൂമി കയ്യേറിയെന്നും എന്താ പറയുക ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ആദിവാസി ഭൂമി കൈയടക്കി, ചിലപ്പോൾ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവരിൽ വിശ്വസിച്ച് ആളുകൾ കൈമാറുന്നതായിരിക്കാം ഭൂമി. പക്ഷേ ട്രൈബൽ ലാൻഡ് കൈമാറ്റം ചെയ്യുന്നതിന് രാജ്യത്ത് സവിശേഷമായ ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കെതിരെ പലയിടത്തും കേസുകളുണ്ട്. അപ്പോൾ ഇതും ഇപ്പോൾ എന്താ പറയുക, നേരത്തെ ക്രിസ്തീയ സഭകളുടെ ഭൂമി സംബന്ധിച്ച് ഓർഗനൈസറിൽ ലേഖനം വന്നല്ലോ, അതിൻ്റെ തുടർച്ചയായിട്ടാണ് മോദി സംസാരിക്കുന്നത്. ആദിവാസി ഭൂമിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ അടുത്ത ലക്ഷ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സൂചനയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ അവിടെ നോർത്ത് ഇന്ത്യയിലേക്കൊന്നും പോകണ്ട, എന്താണ് ആദിവാസി ഭൂമിയുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കേരളത്തിലെ ആദിവാസി ഭൂപ്രശ്നം ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. എങ്ങനെയാണ് കേരളത്തിലെ ആദിവാസികളുടെ ഭൂമി കൈമോശം വന്നു പോയത്? കുടിയേറ്റം ഉണ്ടായപ്പോഴാണ്. ആരാണ് കുടിയേറിയത്? ആദിവാസികൾക്ക് ഭൂമി തിരികെ കൊടുക്കണം എന്ന് പറയുന്ന സംഗതിയെ ആരാണ് ഏറ്റവും ശക്തമായിട്ട് എതിർത്തിരുന്നത്? ആരുടെ സമ്മർദ്ദം കൊണ്ടാണ് ആദിവാസികൾക്ക് പകരം ഭൂമി, അതായത് അവർ അന്യാധീനപ്പെട്ട ഭൂമി പോട്ടെ, അതിനി കൊടുക്കാൻ പറ്റില്ല, അവർക്ക് പകരം ഭൂമി കൊടുക്കാം എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവരുന്നത് വരേണ്ടി വന്ന ആരുടെ സമ്മർദ്ദം കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. ഇതവിടെ ഉണ്ട്, ഇത് അവർക്കും അറിയാം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താണ് എന്ന് പറയാതെ പറയുകയാണ് സത്യം പറഞ്ഞാൽ മോദി ഈ ആദിവാസി ഭൂമി എന്ന് റെഫർ ചെയ്തതിലൂടെ. ആ ഏരിയയിലേക്ക് ആരാണ് കയറി കളിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം, അവരിലേക്കാണ് ഞങ്ങൾ എത്താൻ പോകുന്നത്. കയറി കളിക്കുന്നതെന്ന് ഞാൻ അവരുടെ ഭാഷയിലാണ് പറയുന്നത്. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അവരിലേക്കാണ് എത്താൻ പോകുന്നതെന്ന് പറയുകയാണ് ചെയ്യുന്നത്.
ഇപ്പം മുനമ്പത്ത് സമരം ചെയ്യുന്ന ആളുകൾ ആ പ്രസംഗം ഒന്നുകൂടെ, അല്ലെങ്കിൽ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആ പ്രസംഗം ഒന്നുകൂടെ മനസ്സിരുത്തി കേൾക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അംബേദ്കർ ജയന്തി ആഘോഷത്തിനിടയിലാണ് പ്രധാനമന്ത്രി ഈ പുതിയ ഭേദഗതി ചെയ്ത നിയമം, വഖഫ് നിയമം, അത് സാമൂഹ്യ നീതി നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന പരാമർശം നടത്തുന്നത്. പക്ഷേ ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പസ്മന്ത മുസ്ലിമീങ്ങളെയും പഞ്ചറൊട്ടിച്ച് നടക്കുന്ന മുസ്ലിം യുവാക്കളെയും എന്നടക്കമുള്ള പരാമർശങ്ങളെല്ലാം നടക്കുകയുണ്ടായി. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷം രാജ്യത്ത് നിരന്തര പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗാളിലടക്കം അതിൻ്റെ അനുരണനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടങ്ങൾ മറ്റൊരു വഴിക്കും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് സാമൂഹ്യ നീതി എന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഈ വഖഫ് ഭേദഗതി ചെയ്യപ്പെട്ട വഖഫ് നിയമത്തെക്കുറിച്ച് അത് സാമൂഹ്യ നീതി നടപ്പാക്കാനുള്ളതാണ് എന്ന രീതിയിൽ പ്രധാനമന്ത്രി നടത്തുന്ന പ്രസംഗം, അതിൻ്റെ യാഥാർത്ഥ്യം, അത് എത്രത്തോളം ആത്മാർത്ഥമാണ് എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈ ഭേദഗതി ചെയ്യപ്പെട്ട വഖഫ് നിയമം തന്നെ എത്രത്തോളം അനീതിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞതാണ്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.